നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ശ്രീദേവി പറഞ്ഞു കേട്ട് ആകപ്പാടെ വല്ലാത്തൊരു ഞെട്ടലോട് നിൽക്കുകയാണ് ഉദയഭാനും. തന്റെ മോളുടെ ദയനീയ അവസ്ഥ ഉദയഭാനു മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീദേവി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അച്ഛനീ ഇങ്ങോട്ടേക്ക് വരരുത്. ഇപ്പൊ ആനന്ദാണ്ട് ഇവിടെ ഇല്ലാത്തോണ്ട് പ്രശ്നമില്ല. ആനന്ദാണ്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ വിളിച്ചു പറയുന്നു പോലും എനിക്കറിയില്ല. എന്റെ ഉള്ള മനസമാധാനോട് കളയില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഉദയഭാനു പറഞ്ഞു, അല്ല മോളെ, അത് പിന്നെ ഞാന് വേണ്ടച്ചാ, വെറുതെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ? അല്ലെങ്കിൽ തന്നെ എന്റെ അവസ്ഥ എന്താന്ന് എനിക്ക് മാത്രം അറിയത്തുള്ളൂ. ആനന്ദേണ്ണും അച്ഛനും എല്ലാരും കൂടെ ട്രിപ്പ് പോയിരിക്കുക. അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോ ഞാൻ ഈ വീട്ടിൽ കാണത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നേ. പിന്നെ അറിയാലോ, ഞാൻ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല. ആ കാര്യം അച്ഛനെ ഉറപ്പിച്ചോളാൻ പറഞ്ഞു. നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് നടത്തിയ ചതിയുടെ ബലം ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇനി എനിക്ക് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അച്ഛാ. എല്ലാവരുടെ മുന്നിൽ കള്ളത്തരം പറഞ്ഞ് ഞാൻ മടുത്തു എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ശ്രീദേവി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും സുകന്യ വന്നു. സുകന്യ വന്നിട്ട് ചൂടുവെള്ളമൊക്കെ കൊടുക്കണം. അപ്പം കുറച്ച് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉദയഭാനു. അങ്ങനെ വെള്ളം കൊടുത്തു കഴിഞ്ഞ് ഉദയഭാനു വെള്ളം കുടിക്കുന്ന സമയത്ത് സുകന്യ ചുറ്റുംപുറമൊക്കെ നോക്കി ആരും വരുന്നുണ്ടോന്ന്. എന്നിട്ട് പതുക്കെ ചെന്നിട്ട് ചോദിച്ചു, സാറേ ലൈസൻസിന്റെ കാര്യം എന്തായി? അപ്പൊ ബിസിനസിന് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ ഉദയഭാനു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ദേവാനു പറഞ്ഞു, എന്ത് ചെയ്യാനാ എന്റെ സുകന്യെ, യുദ്ധവും കാര്യങ്ങളൊക്കെ അല്ലേ ദുബായിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ലൈസൻസിന്റെ കാര്യം ശരിയാക്കാൻ പറ്റില്ല. അല്ല, അതിന് ദുബായിലല്ലേ യുദ്ധമുള്ളേ, സിംഗപ്പൂർ പ്രശ്നമൊന്നുമില്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ദുബായിലെ യുദ്ധമൊക്കെ അവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരിടത്തേക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയില. പിന്നെ ആ സമയത്തല്ലേ ദേവമോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്നേ. അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. പഴയത് പടിയൊന്നും അല്ല. പിന്നെ ശ്രീകലയാണെങ്കിൽ വീട്ടിലില്ല താനും. സുകന്യ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ ലൈസൻസിന്റെ കാര്യം ഒന്ന് ശരിയാക്കുവാണെങ്കിൽ ഉദയേട്ടനും അല്ല ധർമ്മേട്ടനും എനിക്കും ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞു. സുകന്യ വിഷമിക്കൊന്നും വേണ്ടെന്നേ, അതിന് കുറച്ച് സാവകാശത്തോടെ വേണം. പെട്ടെന്ന് നമ്മൾ അങ്ങനെ ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി വരുന്നുണ്ട്. കുറച്ച് സാവകാശം എടുത്താ യുദ്ധമൊക്കെ ഒന്ന് അടങ്ങിക്കോട്ടെ, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചായയൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ചായയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഗോമതി ശ്രീകലയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഉദയഭാനു പറഞ്ഞു, ശ്രീകല എതിരായിട്ടും അറിഞ്ഞിട്ടില്ല. ദേവമോളുടെ കുഞ്ഞു പോയ കാര്യം ഞാനത് വിളിച്ചു പറഞ്ഞതുമില്ല. ഒരു പക്ഷെ ബന്ധു വീട്ടിലേക്ക് പോയേക്കുമല്ലേ, അവിടെ വെച്ച് അവളൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, സഹിക്കാൻ പറ്റില്ല. വന്നു കഴിഞ്ഞിട്ട് പറയാന്ന് കരുതിയെന്ന് പറഞ്ഞു. അല്ല, ഇപ്പം ദേവമോൾക്ക് വരെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഒന്നുമില്ല. ദേവമോളെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ എന്റെ മോളെ വിളിച്ചോണ്ട് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനൊന്നും പറയല്ലോ ഉദയഭാനു സാറേ, ഞങ്ങൾ നല്ല പൊന്നു പോലെ അവളെ നോക്കുന്നേ. അവൾക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവാനു പറഞ്ഞു, ചിലപ്പോ ആനന്ദിന് അവളോട് ദേഷ്യം കാണുമായിരിക്കും. ആനന്ദ് അതുകൊണ്ട് ചിലപ്പം അവളെ വീട്ടിൽ കൊണ്ടു വിടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഓടുന്ന പട്ടിക്ക് ഒഴുമ്പുഴം മുമ്പേ എന്ന് പറഞ്ഞ രീതിയിലാണ് ഉദയഭാനു നീങ്ങുന്നത്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഉദയഭാനു സാറേ. ഇനിയിപ്പോ അവൻ എന്തൊക്കെ പറഞ്ഞാലും ദേവമോളെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് വിടാൻ കൂട്ടാക്കത്തില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെ പറഞ്ഞാരെ, എന്റെ മോളെ ഞാൻ കൊണ്ടുപോയിക്കളാന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും കൂടെ വന്നു. അങ്ങനെ അവർ സംസാരിക്കുവാണ്. പിന്നീട് ദിവ്യനെ ചോദിച്ചു, അല്ല നിങ്ങൾ ഇത് എവിടെ പോകാൻ ഇറങ്ങിയെന്ന് ചോദിച്ചു. ഞങ്ങളൊന്ന് പുറത്തുനിന്ന് പോകാൻ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ദേവിമോളെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അതെ, ദേവി ചേച്ചിയും കൂടെ കൊണ്ടാന്ന് വിചാരിച്ചു എന്ന് മീനാക്ഷി പറഞ്ഞു. അല്ല, അവൾക്ക് ആ കുഞ്ഞു പോയതിന്റെ ആ ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലല്ലോ. ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. ആ സമയത്ത് അവളെ കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതിന് പ്രശ്നമൊന്നുമില്ല ഉദയഭാനു സാറേ. ഈ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അവളെ കൊണ്ടൊന്ന് പുറത്തു പോകാന്നൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞു. ഉദയഭാനു മനസ്സിനെ വിചാരിക്കുകയാണ്, എന്തെങ്കിലും നമ്പരിടണം. കാരണം ഒരു കാരണവശാലും ആനന്ദ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ തന്റെ വീട്ടിൽ കൊണ്ട് വിടാൻ പാടില്ല. എന്താ ചെയ്യണ്ടേ? ഉദയഭാനു ഇങ്ങനെ തല പോഞ്ഞ് ആലോചിക്കുകയാണ്. അതേ സമയത്ത് ബാലനും ആരിനും ആകാശമൊക്കെ വീണ്ടും യാത്ര തുടരുവാണ്. ബാലനാണ് നല്ല ദേഷ്യമായിരുന്നു. അവൻ ആ ചെറുക്കൻ തന്നെ അപ്പൂപ്പനെന്ന് വിളിച്ചു. ആ ആറ്റി കുളിക്കണമെന്ന് കരുതിയിരുന്ന അവൻ കാരണം കുളിയും നടന്നില്ല. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ആരിനും ആകാശം എല്ലാവരും കൂടെ ഒന്ന് റെസ്റ്റ് എടുക്കാണ്ട് വെറുതെ പുറത്തിറങ്ങണം. കുറെ സമയം വണ്ടിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ സമയം ബാലൻ അവിടെ നിന്ന് പോയി. കുറെ സമയം കഴിഞ്ഞിട്ടാണ് ബാലൻ തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും ആനന്ദി ചോദിച്ചു, അച്ഛൻ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു.
ഒരിടത്തുമില്ല. ഞങ്ങൾ എത്ര സമയമായി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ, അച്ഛനൊരു പോക്ക് പോയിട്ട് പറഞ്ഞിട്ട് പോകണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം വന്ന് ബാലന്റെ ഭാഗ്യയിലേക്ക് നോക്കുകയാണ്. ഇതെന്താളേ ഇതിനകത്തെന്ന് ചോദിച്ചു. അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്താളേ കാര്യമായിട്ട് ഭാഗ്യനകത്ത് എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞു. ബാലനാണെങ്കിൽ ആ ഭാഗ്യയിലെ പിടിപോലും വിട്ടില്ല. അപ്പോഴേക്കും ധർമ്മൻ ആര്യനോട് പറഞ്ഞു, എടാ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ അളിയന്. അളിയൻ പോയിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാ വന്നേ, ഇപ്പോഴല്ലേ അളിയൻ വന്നിരിക്കുന്നേ. അളിയൻ എവിടെ പോയതാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, മിക്കവാറും അച്ഛൻ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും, അച്ഛനെ പോലെ പരിചയക്കാരും കാണും. അല്ല അച്ഛൻ ഇവിടെ എവിടെ പോകാനെന്ന് ചോദിച്ചു. അത് ശരിയാ. അങ്ങനെ ഒടുവില് അവര് ട്രിവാൻഡ്രം എത്തുവാണ്. ട്രിവാൻഡ്രം എത്തി മുറിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആരും ചെന്ന് ആകാശിനോട് പറഞ്ഞു, ആകാശേട്ടാ അച്ഛനുള്ളതുകൊണ്ട് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും നടക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും. അച്ഛൻ ഒന്നിനും സമ്മതിക്കുമെന്ന് തോന്നില്ല. ഒരു ബിയറൊക്കെ അടിക്കാന്ന് ഓർത്തിരുന്ന അതിനും സമ്മതിക്കില്ല. അപ്പോഴേക്കും ധർമ്മനും കൂടെ അങ്ങോട്ട് വന്നു. ധർമ്മം വന്നിട്ട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാന്ന് പറ. ഈ ട്രിപ്പ് കുളവാക്കി, ഇതിനേക്കാളും ഭേദം വീട്ടിലെങ്ങാനും ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ആനന്ദം കൂടെ വരുവാണ്. അവരിങ്ങനെ കൂടെ ആലോചിക്കുക, എങ്ങനെ ബാലന്റെ കണ്ണ് തെറ്റിച്ച് പുറത്തുപോയി ബീറ് വാങ്ങിച്ചു കുടിക്കുക എന്നായിരുന്നു അവരുടെ ചിന്തയൊക്കെ. ആ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലൻ വന്നിട്ട് ചോദിച്ചു, എന്താ എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നീട് ബാലൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. എവിടെ ഇനി എന്ത് പൊളിക്കാനാ എന്നൊരു ചിന്തയായിരുന്നു ആന്റെയും ധർമ്മന്റെയും ഒക്കെ മനസ്സിൽ. ബാലൻ ആ ബാഗ് എടുത്തു വെച്ചു. ബാഗിനകത്തുനിന്ന് കുറച്ച് ബീർ കുപ്പിയൊക്കെയും എടുക്കണം. അത് കണ്ടപ്പോഴത്തേനും ബാക്കി എല്ലാവരുടെ കണ്ണ് തള്ളിപ്പോയി. ആകാശ് ആന്റിനെയൊക്കെ നോക്കി, അച്ഛൻ തന്നെയാണോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. ബാലൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. നിങ്ങളെ ഇതൊക്കെ അടിക്കാൻ വേണ്ടിട്ടല്ലേ നൈസായിട്ട് എന്നെ പറ്റിച്ച് ഇവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അച്ഛന്ന് പറഞ്ഞു. വേണ്ട എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട. ഞാനറിയാം നിങ്ങൾ നൈസായിട്ട് അടിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, ബീർ കഴിക്കാറുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പം ഞാൻ കാരണം ഇനിയിപ്പം നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുന്നില്ല, ആഘോഷിച്ചേക്കാന്ന് പറഞ്ഞു. ധർമ്മം പോലും ഞെട്ടിപ്പോയി. എൻ്റെ അളിയ ഇപ്പോഴാണ് അളിയൻ എൻ്റെ ശരിക്കുള്ള അളിയനായെന്നും പറഞ്ഞുകൊണ്ട് ബാലിനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് അവരെല്ലാവരും കൂടെ കൂടി ബാലിനെ അവരോടൊപ്പം എൻജോയ് ചെയ്തു, അടിച്ചു പൊളിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ട്രിപ്പ് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. അവര് വിചാരിച്ചുകൊണ്ടിരുന്നേ ബാലൻ പഴയ ഹെഡ് മാസ്റ്റർ പോലെ ആ ഒരു സ്വഭാവമായിരിക്കും, ആ കുട്ടികളെ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് കൊണ്ടുപോകുന്ന കണക്ക് അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയായിരിക്കുന്നു. പക്ഷെ ബാലൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ബാലൻ നല്ല ഫ്രീക്കനായിട്ട് അവരുടെ ഇഷ്ടത്തിന് ആനന്ദിന്റെ ആകാശിന്റെ ഒക്കെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ബാലന് അവരോടൊപ്പം നിൽക്കുകയാണ്. ഒന്നിനൊരു കുറവും വരില്ല. ഈ ട്രിപ്പ് തന്നെ നിശ്ചയിച്ച് തന്നെ ആനന്ദിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. പിന്നെ താൻ വാശി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. ആനന്ദിന്റെ സന്തോഷം തിരികെ കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും കൂടെ ചെറുതൊക്കെ അടിച്ച് അങ്ങനെ അടിച്ചു പൊളിക്കണം. ബാലന്റെയും മാറ്റം ആനന്ദിനെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെ അവര് നന്നായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. പിന്നെ അവിടെ അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി അവരെ ആഘോഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.